ഒരു ചോദ്യം ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു അജണ്ട എന്താ? ഞങ്ങൾ ഐസ്ക്രീം എന്ന് പറഞ്ഞു നടക്കും. അപ്പൊ നിങ്ങളെ ശശിയെ പറ്റി പറഞ്ഞാലോ? ശശിയെ പറ്റി പറഞ്ഞാലോന്നാ. ഏഷ്യാനെറ്റിന്റെ ഷാജഹാനാണ്ട് കൊണ്ടുപോയി സ്റ്റേജിന്റെ പിന്നിക്ക്, പിന്നെ ഓനെ മളുക്കണ രംഗ ടി വിയിൽ കാണുന്നത് നമ്മൾ. പിന്നെ അതിൻ്റെ ശേഷം ഷാജഹാന് മുണ്ടിട്ടില്ല. ഇതെങ്ങനെ അവസാനിപ്പിക്കുക എന്ന് അയിമത് മനസ്സിലാവും. ഞങ്ങളെ ഈ കുട്ടികളൊക്കെ ഈ കയ്യും കെട്ടിയിരിക്കുന്നത് എന്താണെന്നറിയാം? ഞങ്ങളെ കൈയൊന്നും ഒരു സർവീസ് സഹകരണ ബാങ്കിലും കൊണ്ടുപോയി പണയം വെച്ചതുകൊണ്ടൊന്നല്ല. ഞങ്ങളെ പ്രിയങ്കരന്മാരായ നേതാക്കൾ, എൻ്റെ മുത്ത് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ആരോപണങ്ങളൊക്കെ എത്ര പ്രകോപനങ്ങളുടെ രൂപമെടുത്താലും ആത്മസംയമനം പാലിക്കാനും പരിശീലനം ശ്രദ്ധിച്ച ഒരു പട്ടാളത്തെ വളർത്തിയെടുക്കുകയാണ്. ഞങ്ങൾ അവരൊന്നും വേണ്ടാത്തരത്തിലേക്ക് കൊണ്ടുപോകില്ല. ഇവരൊക്കെ പണി എന്താണെന്നറിയാം? നമ്മളെ ശത്രുക്കളിൽ അധികം ആൾക്കാരെ പണിയും നേതാക്കന്മാർക്ക് കൈയടിച്ചു കൊടുക്കുക. എന്നിട്ട് നേതാവ് ജാക്കി ചെയ്യുമ്പ കയറും, നേരെ ജയിലിൽ കണ്ടുപോകും. നേതാക്കന്മാരെ പണി എന്താ? അണികൾ ആവേശം കൊള്ളിച്ച് പ്രസംഗിക്കുക. ഒരു 10 കേസ് ഓൽക്ക്. ഞാൻ ചോദിക്കട്ടെ, ആ കൂത്തുപറമ്പിൽ 5 യുവാക്കൾ ഈ സമൂഹത്തിന് സൗരഭ്യം വിതരേണ്ടിയിരുന്ന യുവതയുടെ കുസുമങ്ങളാണ്. ഷിബുലാലും റോഷനും ബാബുവും, അങ്ങനെ 5 ആളുകള്. അവരൊക്കെ ഈ നാടിൽ ഒരു ഭാവിയുള്ള മക്കളായിരുന്നു. എന്തിനാണ് അവർ രക്തസാക്ഷികളായത്? എന്തിനാ? പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കണം. എന്നിട്ട് ആരെ ഏറ്റെടുത്ത്? ജയരാജനെ ഏറ്റെടുത്ത്. MV ജയരാജൻ ഏറ്റെടുത്തു. DYFIയുടെ സംസ്ഥാന ഖജാൻജി മോളെ 25 ലക്ഷം രൂപ സദക്കായിട്ടും സക്കാത്തായിട്ടും കിട്ടിയത് അത്ര. എന്നാ അങ്ങനെയാണ് കൂട്ടുക. അത് വാങ്ങിയിട്ട് മോളെ ചേർത്തു. എവിടെ? മെറിറ്റ് സീറ്റ് തട്ടിയെടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ ചേർത്തു. ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ കോളേജിൽ കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ ചെയർമാൻ സ്ഥാനത്തിരുന്നു. പിണറായി വിജയൻ മോളെ മാതാമൃതാനന്ദമയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ, മകൻ അവിടെ ലണ്ടനിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ അവിടെ 96 ലക്ഷം ചില്ലറ, ഒരു മുറുക്കാന്റെ പൈസ അത് കൊടുത്തിട്ട് തൊഴിലാളി വർഗത്തിന്റെ നേതാവ്. പിന്നെ എന്തിനാണ് ഈ ഷിബുലാലും റോഷനും ബാബുവും ശുഹദാക്കന്മാരായത്? പറയണം. ആ 5 യുവാക്കൾ നഷ്ടപ്പെട്ടപ്പോ മാറ്റിട്ട് പാട്ടിക്ക് നഷ്ടപ്പെട്ടത് 5 പാക്കറ്റ് ചന്ദനത്തിരി മാത്ര. ആ കുടുംബത്തിന് പോയത് അത്താണിയല്ലേ? ആ തെറ്റന്നെയാണ് ഇപ്പൊ പിണറായി ചെയ്യുന്നത്. പാർട്ടി യോഗത്തിൽ വെച്ച് ചോദിക്കാൻ നട്ടല് പറയാത്ത സഖാക്കൾ ഉണ്ടെങ്കിൽ പിണറായി വിജയനെ വിളിച്ച് ചോദിക്കണം, പിന്നെന്തിനാണ് ഈ കൂത്തുപറമ്പിൽ 5 യുവാക്കൾ രക്തസാക്ഷികളായത്? അതേ തെറ്റാ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അണികളെ കുരുതി കൊടുത്തു, നേതാക്കന്മാരെ ബടായി കേട്ടിട്ട്. പിന്നെ നേതാക്കന്മാരെ അബ്ദുൽ നാസർ മഅദനിയെ രക്തം നൽകാന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധുവിനെ മൂച്ചിമ കയറ്റി അയാളാണ്ട് അടച്ചിട്ടു. എന്നാ രക്തം കൊടുത്തു. 10 മണിക്ക് കുറച്ച് പൊടിയേരിയുടെ കഞ്ഞി കൊണ്ടോ കൊടുത്തു, അതിനും നേരമില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, നേതാക്കന്മാരെങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഐറ്റങ്ങളെ പേരിൽ ഒരു 10 കേസ് പോലും കൂട്ടില്, അണികളെ പേരിൽ ഇതേപോലെ ഓരോന്നിലേക്ക് എരുതിയിലേക്ക്. രാഘവനെ തടയാൻ ചാടിയത് ഈ 5 യുവാക്കൾ. അതേ കോളേജിലാണ് ഇന്ന് പിണറായിയുടെ മക്കൾ പഠിക്കുന്നത്. ആ രക്തസാക്ഷികളെ നോക്കിയിട്ടാണ് കഴിഞ്ഞ ദിവസം മാർച്ചിട്ട് പാർട്ടിയുടെ യുവാക്കളെ കൊണ്ട് പിണറായി വിളിപ്പിച്ചത്. ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല. ഓലെങ്ങനെ മരിച്ച? ഓലിങ്ങനെ ഇരുന്ന് നോക്കല്ലേ നിങ്ങളെ. ഓ, ഞങ്ങൾ എന്തിനാ മരിച്ചത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ. അല്ലെങ്കിൽ അങ്ങനെയുള്ള മുദ്രാവാക്യല്ലേ ഉള്ളൂ അല്ലേ? ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല. ഈ സാധുക്കൾ എന്നാ മരിച്ചില്ലേ? അപ്പൊ എന്താ പരിപാടി? മരിച്ച ആൾക്കാരെ ഇല്ല, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇതേപോലെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി. ആള് മരിച്ചപ്പോ വന്നിട്ട് വിളിച്ചു, ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല. ദേഷ്യം പിടിച്ച് മൂത്ത മകൻ ചോദിച്ചു, പിന്നെ എന്തിനാടാ കബറ് കളക്കണ ചോദിച്ചു. ഈ മുദ്രാവാക്യം ഇങ്ങനെ വിളിച്ചിട്ട് നേതാക്കന്മാരെ അണികൾ ഇങ്ങനെ ഹരം കൊള്ളിക്കുക എന്നല്ലാതെ നിങ്ങൾ എന്താ ഈ നാടിന് ചെയ്ത സംഭാവന? എന്തൊരു നാട്ടിലൊരു പുതുമ കൊണ്ടുവരുമ്പോഴും അതിനെ എതിർക്കും. സ്മാർട്ട് സിറ്റി അവതാളത്തിലാക്കിയത് ഞങ്ങളാ. എക്സ്പ്രസ് ഹൈവേ മുനീർ കൊണ്ടുവരുമ്പോ ഞങ്ങളെ പശുവിനെ എവിടെ കെട്ടിയ എന്ന് ചോദിച്ചത് ആരാ? നിങ്ങളാണ്. നിങ്ങൾ ഈ രാജ്യത്തെ എന്തിനെ എതിർക്കാത്തത്? നെല്ല് കുത്തുന്ന മില്ല് വന്നപ്പോ എതിർത്തു. പണി പോകുന്ന പറഞ്ഞത്. ഒരു ഒലക്ക എടുത്തിട്ട് ഒരാൾ ഇടിച്ചാൽ ഒരാൾക്ക് പണി. ഒരു ഒരലിൽ 2 ആൾ ഇടിച്ചാൽ 2 ആൾക്ക് പണി. 10 ഒരല് വെച്ചാൽ 20 ആൾക്ക് പണി. മില്ല് വന്ന എല്ലാവരും പണിയും പോവും, ഒരാൾക്ക് പണി. അന്നാണ് KC അബൂബക്കർ മൗലവി പറഞ്ഞത്. അതിനൊക്കെ നല്ല പണിയിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നെല്ല് കുത്തണ്ട, ഓരോ പിടിയും കൊണ്ടുപോയിട്ട് പെരയിലിരുന്ന് തൊലിച്ചാൽ മതി, ഒരുപാട് ആൾക്ക് പണിയിട്ടും എന്ന് KC അബൂബക്കർ മൗലവി പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്.
അണികളെ മുഴുവൻ ഇങ്ങനെ തരിപ്പ് കയറ്റിയിട്ട് കൂട്ടുകയറ്റുക. നേതാക്കളെ മുഴുവൻ. ഇപ്പൊ ജയരാജനൊക്കെ കണ്ടില്ല സാധു. ആ സാധു 6 ദിവസമാണെങ്കിലും ആ കിടന്നത് എന്തുകൊണ്ടാണ്? ബില്ലും ബ്രേക്കില്ലാത്ത വർത്താനം പറഞ്ഞിട്ടല്ലേ? ചുംബൻ അല്ലേ? ചുംബൻ എന്ന് പറഞ്ഞ അയാൾ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. പറഞ്ഞോടെ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനും കൈയടിച്ചു കൊടുത്ത്. അപ്പൊ കോടതി വിളിച്ചിട്ട് ഇന്ത്യങ്ങൾ പറഞ്ഞത് തന്നെയാണ് അറിഞ്ഞപ്പോ കോടതി എന്താ അവിടേക്ക് പോയല്ലേ അറിഞ്ഞു, അവിടെ നിർത്തി. അപ്പൊ കോടതിയിലെ നടപടിയൊക്കെ ഇങ്ങനെ കണ്ടപ്പോ തോന്നിയില്ല, ഇത് കുറച്ച് കാർമേഘ ഉരുണ്ട് കൂടുകയാണ്, എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഇങ്ങനെ തോന്നിയപ്പോ മൂപ്പര് ശുംബെന്ന് പറഞ്ഞാൽ മൂപ്പര് ഒരുപാട് തഫ്സീർ കൊടുന്ന്, ഒരുപാട് സംസ്കൃത പണ്ഡിതന്മാർ ഇവരെയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ് ശുംബൻ തന്നെ പ്രകാശമുള്ളവൻ എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അത് ദേഷ്യം പിടിച്ചാൽ പറയുന്ന വർത്താന. പ്രകാശം ഉണ്ടാകുക കാരണം വെളിച്ചുണ്ടാകുക എന്നല്ല ഇതിന്റെ പച്ച മലയാളം. അപ്പൊ ഒരാൾ ചൂടായിട്ട് പറയേണ്ടതാണോ അത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവിടുന്ന് തന്നെ പൊളിഞ്ഞില്ലേത് പ്രകാശം. അയാൾ പറഞ്ഞ വർത്താനം എന്താ? ചില്ലുമേടയിൽ ഇരുന്ന് അങ്ങനെ സുഖിക്കണ്ടടോ, ഇറങ്ങി വാടോ ജഡ്ജി. എന്നിട്ട് എന്താ പറഞ്ഞ്? ശുംബന്മാരാ. ഇതൊക്കെ പറഞ്ഞ പിന്നെ പറഞ്ഞതിന് നല്ല അർത്ഥം ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടോ ഇത്? പണ്ട് അമ്മായിയുടെ മുഖത്തേക്ക് മരുമകൾ ചൂടുവെള്ളം പറഞ്ഞിട്ട് പറഞ്ഞു കാട്ടുകള്ളത്തി. അങ്ങനെ ഇളച്ചി ഇത് കേട്ടിട്ടുണ്ട് അനുജന്റെ ഭാര്യ. അങ്ങനെ നാട്ടുകാർ മസ്ലഹത്തിന് വെച്ചു. അമ്മായിയെ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, മൂത്തച്ചി അപകടം ചെയ്തിരിക്കുന്നു, ചുടുവെള്ളം ഒഴിക്കുക എന്ന് മാത്രമല്ല കാട്ടുകള്ളത്തി എന്ന് വിളിച്ചു. എന്താ തെളിവ്? ഇളച്ചി തന്നെ സാക്ഷിയായി. ഇളച്ചി വന്നിട്ട് അനുജന്റെ ഭാര്യയോട് ചോദിച്ചു എന്തേ ഈ കേട്ടെന്ന്. ഓളാണെങ്കിൽ മൂത്തച്ഛനെ പേടിച്ചിട്ട് വിറക്കുക. എന്താ പറയാണ്ട് വരണില്ല. കാ കാ എന്ന് പറഞ്ഞ് 2 അക്ഷരം ഉണ്ടായിരുന്നതിലേക്ക് മുഴുവൻ കിട്ടണില്ല അറിഞ്ഞു. അപ്പോ മൂത്തച്ഛിയുടെ വാപ്പ പറഞ്ഞു എന്നാ കരളിന്റെ കഷ്ണം നെയ്ക്കാരെന്ന്. അപ്പൊ നാട്ടിലെ മസ്ലഹത്ത് കമ്മിറ്റി പറഞ്ഞു കരളിന്റെ കഷ്ണം തന്നിട്ട് ചൂടുവെള്ളം വയ്ക്കല, അതിന് തണുത്ത വെള്ളമില്ലേ വേറെ അവിടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ജയരാജൻ ആ സാധു അവസാനം കൂട്ടിലായി. അണികള് അയാളെ സഖാക്കളെ മുന്നോട്ട് അറിഞ്ഞു. വണ്ടി പിന്നെ പിന്നോട്ടില്ല, മുന്നോട്ടാണ്ട് പോയി. പിന്നെ ആ സാധുവിനെ അപ്പീലിലെടുക്കാനല്ലേ പോയത് ഇവര്. പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട് എത്ര സഖാക്കളെന്ന് നാട്ടിൽ വെറുതെ നടക്കുന്നുണ്ട്. ഇത്രയും സംഖ്യ ചെലവഴിച്ചിട്ട് ഈ സാധുക്കളായ അണികൾക്ക് വേണ്ടി പാർട്ടി അങ്ങനെ ഒരു അപ്പീൽ പോകാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഈ ജയരാജന്റെ കാര്യത്തിൽ വളരെ സ്പീഡ് ഉണ്ടായി പോയി. കോഴിക്കോട്ടെ ഒരു നേതാവിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാം, ഞങ്ങൾക്കൊക്കെ അതിൽ സമ്മതേ ഉള്ളൂ. പിന്നെ അവരുടെ ആക്ഷേപം എന്താ? കോടതി ഒന്ന് ആലോചിക്കാൻ സമയം തന്നില്ല, വളരെ സ്പീഡ് കൂടി, പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചിട്ട്. ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, കോടതി നിങ്ങളോട് ഉപദ്രവം ഉണ്ടായിട്ട് ചെയ്തോന്നല്ല, നിങ്ങളെ ദസാവോട് ചെയ്തതാ. കോടതി നിങ്ങളോടുള്ള ദസാവ് കൊണ്ടാണ് ജയരാജനെ വേഗം ജയിലിലിട്ട്. എന്താ കാരണം എന്താ പറയുക, സാധാരണ ഒരു മനുഷ്യനെ വിധി പറഞ്ഞാൽ തൂക്കിക്കൊല്ലേ ശിക്ഷ വിധിക്കുമ്പോഴോ കോടതി ചോദിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടോന്ന്. അത് ജയരാജനോട് ചോദിക്കാൻ പറ്റുമോ? ജയരാജ് എന്തെങ്കിലും പറയോ? അപ്പൊ 6 മാസം കൂടി കിട്ടും. അപ്പൊ കോടതി പറഞ്ഞു നിങ്ങളൊന്നും പറയണ്ട, പറഞ്ഞതിനാണ് ഇപ്പൊ ഈ വന്നത്, നേരാണ് കരിക്കാളി അത് കൊണ്ടുപോയി. അതന്നെ ഉണ്ടായത്. പിന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. പൊന്നാര മക്കളെ, എൻ്റെ വിഷയം അവിടെ അല്ല, അത് ഞങ്ങളെ കുഞ്ഞാപ്പാനെയാണ് കൊണ്ടുപോയിക്കണമെങ്കിൽ നിങ്ങൾ ഭൂമി കുലുക്കം സൃഷ്ടിക്കായിരുന്നില്ലേ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ട്. മാന്യന്മാരായത് കൊണ്ട് പാണ്ടിക്കടപ്പത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ മക്കൾ, പാണക്കാട്ട് തങ്ങളുടെ അനുയായികൾ, അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളുകൾ അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയില്ല. പിള്ളയെ ജയിലിൽ കൊണ്ടുപോയപ്പോ ഇതേ ആളുകൾ ചാനലിൽ കിടന്ന് കളിച്ച തുളുമ്പിയ കളി നാട്ടുകാര് കണ്ടതാണ്. അതിനാണ് പടച്ചോൻ പിള്ളനോട് പറഞ്ഞു ആ കട്ടുമ്പൊന്ന് എണീക്ക്, ജയരാജനോട് പറഞ്ഞു ജോടൻ പോയി കളിക്കും. ആ 6699 നല്ല ലക്കി നമ്പറിൽ ഈ സാധു അവിടാണ്ട് പോയി കെടുന്നെന്ന് മാത്രല്ല 6 ദിവസം പിള്ള തേച്ച കോൾഗേറ്റ് ഏറ്റുക. കണ്ടു മക്കളെ, അതൊക്കെ പടച്ചോന്റെ പണി. അതുകൊണ്ട് ഈ കുഞ്ഞാലിക്കുട്ടിനെ എങ്ങനെ കുറെ കാലമായി നിങ്ങൾ വേട്ടയാടുന്നു, നിർത്തുകയാണ് നല്ലത്. കാരണം എന്താ അറിയോ, രാജേഷ് കരഞ്ഞത് വനിതാ വാച്ചാന്റെ വാർഡിനെ ഉൾപ്പെടുത്തി പറഞ്ഞപ്പോ എന്റെ കുടുംബത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. പടച്ചോനെ, അങ്ങനെയാണെങ്കിൽ കക്കോടൻ മൂസഹാജിയുടെ മോളൊരു പെണ്ണല്ലേ, പാണ്ടിക്കടവത്തെ തറവാട്ടിലെ മരുമകൾ, കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യ, അവരുടെ പെൺമക്കൾ, അവര് കേൾക്കുമെന്ന് വിചാരിച്ച് എന്നെങ്കിലും ഇവർ ഈ ഏർപ്പാട് നിർത്തിയിട്ടുണ്ടോ? നാട്ടുകാർ മനസ്സിലാക്കണം. ഒരു ഊമക്കത്ത് വന്നാൽ ത്വലാഖ് ചെല്ലുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്കും ഭാര്യയും കൂട്ടുകുടുംബവും അനുയായികളും അണികളും വേണ്ടപ്പെട്ടവരില്ലേ? ഞാൻ ചോദിക്കട്ടെ,
ഇപ്പൊ നിങ്ങൾക്ക് അത് പറയാൻ വന്നപ്പോ യാതൊരു ലജ്ജയില്ല. കൂട്ടുകുടുംബത്തിന് ഓർമ്മ വന്നു. എന്നാ കുഞ്ഞാലിക്കുട്ടിയെ ഇല്ല. അതിനാണ് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി കരഞ്ഞിട്ടില്ല, ചാനലിൽ കരഞ്ഞിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി കരഞ്ഞിട്ടുണ്ട്. എവിടെ? കഅബയുടെ കില്ല പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. രാജാതിരാജനായ റബ്ബേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ എന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പീഡനത്തില്, ബ്രാഞ്ച് സെക്രട്ടറി പീഡനത്തില്, ജില്ലാ സെക്രട്ടറി 2 പീഡനത്തില്, സ്റ്റേറ്റ് ഭാരവാഹി പീഡനത്തില്, പോളിറ്റ് ബ്യൂറോ മെമ്പർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു. തമിഴ്നാട്ടിൽ. ഞാൻ വെറുതെ പറയല്ല, പെൺകുട്ടികളുള്ളവരും ഉമ്മ ഉള്ളവരും ഇതൊന്നും വല്ലാതെ പറഞ്ഞു നടക്കണ്ട, അത് നല്ലതല്ല. ഒരു കുടുംബവുമായി കഴിയുന്നവരൊക്കെ നിങ്ങൾ എന്താ ചെയ്തത്? ഇത്ര കാലായി. അതുകൊണ്ട് ഇപ്പൊ പാർട്ടിയിൽ മൊത്തത്തിൽ ഈ വിഷയമാണ്. സംസ്ഥാന സമ്മേളനത്തിൽ ഒരു അജണ്ട എന്തായിരുന്നു എന്നറിയോ? സ്വഭാവ ദൂഷ്യം. മഹല്ല് കമ്മിറ്റിയിലും നമ്മളെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവില്ല, വരവ് ചെലവ് കണക്ക് എന്ന മാതിരി നമ്മളിങ്ങനെ യോഗം നടക്കണേലിടക്ക് പറയല്ലോ, ഇനി ആരും ഉണ്ടല്ലേ ഇനി വരവ് ചെലവ് കണക്കാണ്. ഇവര് പറഞ്ഞ എന്താ അറിയാം, ആരും പറയില്ല ഇനി സ്വഭാവ ദൂഷ്യാണ്. അപ്പൊ ഒരാൾ അറിയാം, ആ മറ്റത് പറയും ഇത് പറയുന്നത് ഒക്കാണ്ട് പറയാൻ തുടങ്ങിയപ്പോ ശശിക്കെതിരെ പരാതിയുമായി നായനാരുടെ ഗവൺമെന്റ്മാരുടെ ഭാര്യമാർ, CKP പത്മനാഭന്റെ മക്കൾ, AK ഗോപാലന്റെ പേരക്കുട്ടികൾ, ദേശാഭിമാനിയിലെ വനിതാ ജീവനക്കാരികൾ കൊലായിട്ടുണ്ട് വന്നു. എന്തിനു നന്നു ഒരു പാർട്ടി? ഇവര് സാധാരണ പറയലുണ്ട്, ഈ ലീഗും കോൺഗ്രസും ഒക്കെ തന്നെ മേലെന്ന് സോണിയാഗാന്ധി പാണക്കാട്ട് തങ്ങളും ഇങ്ങോട്ട് പറയും, നിങ്ങളാണ് കേൾക്കും. ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ അടിത്തട്ടിൽ ചർച്ച ചെയ്ത് മേലെ തട്ടി കൊടുക്കും, മേലെ തട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ മേലെ തട്ടി. ഈ പീഡനത്തിൽ ഇപ്പം അങ്ങനെ തുടങ്ങിക്കണം. അങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റി ഇങ്ങനെ അത് നടത്തിയിട്ട് പറയും എങ്ങനെ ഉണ്ട്. അപ്പോൾ ലോക്കൽ കമ്മിറ്റി തരക്കടില്ല, നല്ല പണിയോ നേരെ മേലെ കൊടുക്കും, ജില്ലാ കമ്മിറ്റി കൊടുക്കും, അങ്ങനെ നേരാണ് പോയി. എല്ലാ കാര്യത്തിലും ഇപ്പോൾ നല്ലൊരു ഷർത്തും പറഞ്ഞൊക്കെ പാലിക്കണ പാർട്ടിയാണ്. ഞാൻ ചോദിക്കുകയാണ്, പടച്ചോ നിങ്ങൾക്ക് തരില്ലേ? പടച്ചോ നിങ്ങൾക്ക് തരില്ലേ? നിങ്ങൾ ഈ നാട്ടിലൊരു നന്മയും ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനാ? അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത എന്ന് പറഞ്ഞ് ഈ ജാതിയും വിളിച്ച് ഇങ്ങനെ നടത്തുക. അരി കൊടുക്കാൻ സമ്മതിക്കോ? പണി കൊടുക്കാൻ സമ്മതിക്കോ? പണി ഉണ്ടായാ എന്താ? പണി ഉണ്ടായാ പണി തരാത്ത എന്നുള്ള ജാഥ നിൽക്കും. ജാഥ ഇല്ലെങ്കിലോ പാർട്ടി ഇല്ല. അരി കൊടുത്താലോ അരിയുടെ പ്രശ്നം തീരും. അരിയുടെ പ്രശ്നം തീർന്നില്ല. ഞാൻ വെറുതെ പറയണോ? 1 രൂപക്കല്ലേ അരി? 25 കിലോ 25 രൂപ കൊടുത്ത ഭിക്ഷക്കാരൻ വന്ന ഒരു കൊട്ടനൂർപ്പി കൊടുത്താ വാങ്ങുമോ? എന്നോടൊരു ഭിക്ഷക്കാരൻ പറഞ്ഞു ചില്ലറില്ലെങ്കിൽ വേണ്ടാറ്. ഞാൻ പറഞ്ഞു ഇജ് വരണ അയച്ച ചെക്ക് തരാറില്ല. ഭിക്ഷക്കാര് വരെ ചെക്ക് ചോദിക്കണ കാലത്താണ് നമ്മൾ ജീവിക്കണേ. പൊന്നു മക്കളെ, നിങ്ങൾ 2 രൂപയുടെ അരി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ 1 രൂപയുടെ അരി എന്നാ പറഞ്ഞത്. എന്താ കാരണം? അതിന്റെ താഴെ പിന്നെ ഉറുപ്പ്യല്ലായിട്ട് അല്ലെങ്കിൽ കഞ്ഞും താത്തു. നിങ്ങൾ 2 രൂപയുടെ അരി കൊടുക്കാൻ പറഞ്ഞതല്ല, ബടായി പറഞ്ഞതാ. ഫണ്ട് വെച്ചിട്ടില്ല, കേന്ദ്രത്തിനായിട്ട് ചർച്ച നടത്തിയിട്ടില്ല, റേഷൻ ഷാപ്പുകാർക്ക് അതിന്റെ സ്ഥിതി വിവരിച്ചു കൊടുത്തിട്ടില്ല. ഫ്ലക്സ് ബോർഡ് വെച്ച് എന്താ ബോർഡ്? 2 രൂപക്ക് അരി നൽകിയ VS-ന് അഭിവാദ്യം. നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. 2 രൂപക്ക് അരി നൽകിയ VS-ന് അഭിവാദ്യം. അതിന്റെ മുന്നേ കൂടിയാണ് 1 ഉറുപ്പ്യയുടെ അരി ഏറ്റിയാണ്. ഇപ്പൊ 1 ഉറുപ്പ്യന്റെ കിട്ടി, അന്ന് 2 ഉറുപ്പ്യന്റെ കിട്ടിയിട്ടില്ല. എന്നിട്ട് ബോർഡ് എടുത്തേക്കണ്ടേ? കുറച്ച് നാണം വാനോടങ്ങ ആ ബോർഡ് ഒന്ന് എടുത്തേക്കണ്ടേ? ആ ബോർഡിന്റെ മുന്നിൽ കൂടി വരുമ്പോ തള്ളാരിങ്ങനെ അച്യുതാനന്ദനെ കാണും. 2 രൂപക്ക് അരി നൽകിയ VS-ന് അഭിവാദ്യം. തള്ള പറഞ്ഞ് നെജ്ജെടുത്തോ 1 ഉറുപ്പ്യക്ക് എന്നാളെ, എന്നാലൊക്കെ 1 ഉറുപ്പ്യ ലാഭം എടുത്തോ, എന്നാലും നമുക്ക് 1 ഉറുപ്പ്യ ലാഭമാണ്. പൊന്നാര ചങ്ങായിമാരെ, എന്തിനും നന്നു. ആ മനുഷ്യന്റെ ഫ്ലക്സിനും സുഖമില്ല. ഒരു പാർട്ടി നിങ്ങൾ ഈ രാജ്യത്ത് പറഞ്ഞതൊന്നും ജനങ്ങൾക്ക് ഗുണത്തിനല്ല. മദ്രസ മുഅല്ലിമീങ്ങൾക്ക് സ്കോളർഷിപ്പ്, എന്താ ഗ്രാൻഡ് പെൻഷൻ, എന്തിനു പറഞ്ഞതാ? കൊടുക്കാൻ പറഞ്ഞതല്ല. 2 രൂപയുടെ അരി കൊടുക്കാൻ പറഞ്ഞതല്ല. മൈത്രി ഭവന പദ്ധതി എഴുതിത്തള്ളും, തൊള്ളോണ്ട് പറഞ്ഞു ഫണ്ട് വെച്ചോ കൊടുക്കാൻ ആനുകൂല്യത്തിന് പറഞ്ഞതല്ല. തോമസ് ഐസക് പലതും പ്രഖ്യാപിച്ചു. ഞങ്ങൾ കണ്ടോ? 2 രൂപയുടെ അരി എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ 1 രൂപയുടെ അരി എന്ന് പറയാത്ത മാത്രല്ല, കൊടുത്തു, വാങ്ങി, കിട്ടി. അരിയാട് നിറഞ്ഞിട്ട് വീട്ടിൽ ഈ ചെറിയൊരുനാക്ക് പള്ളിക്കെന്ന് എന്നോടൊരു വയസ്സം പറയാം, പൊന്നാരം അനെ ഫിത്ർ സക്കാത്തിന്റെ അരിയും ഉമ്മൻചാണ്ടിയുടെ അരിയും പെരേക്കൊണ്ട് കടക്കാൻ വെച്ചാൽ അരി കോഴികൾക്ക് ഇട്ട് കൊടുക്കുക. വെറുതെ പറയുന്നല്ല, അരിയാണ്ട് വാങ്ങിയിട്ട് അയൽവാസിനോട് പറയാണ് അനക്ക് വേണോ? ഇത്ര ആളുകൾ എങ്ങനെ അതൊക്കെ കൊടുത്ത കൂലിയിട്ടൂലേ?
അത്ഭുതം സൃഷ്ടിച്ചു ഉമ്മൻചാണ്ടി, അത്ഭുതം സൃഷ്ടിച്ചു കുഞ്ഞാലിക്കുട്ടി. അല്ലേ? എന്തൊരു നല്ല ഭരണം അല്ലേ? പുതുപ്പള്ളിയുടെ കുഞ്ഞൂഞ്ഞും പാലായുടെ കുഞ്ഞുമാണിയും മലപ്പുറത്തിന്റെ കുഞ്ഞാപ്പയും ചേർന്നിട്ടുള്ള ഈ കൂട്ടുകെട്ടുണ്ടല്ലോ, വിസ്മയാവഹം, അത്ഭുതാവഹം. ഞെട്ടിപ്പോയി. ഇങ്ങനൊക്കെ നടക്കുവോ? ഒരു ദിവസം കൊണ്ട് റേഷൻ കാർഡ്. എന്നോടൊരു സഖാവ് ചോദിച്ചു, നടന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, കിട്ടിക്കണ് മനയാറ്. 4.5 കൊല്ലായിട്ട് അബൂദാബിയിൽ അറബി ലണ്ടനിലേക്ക് പോകുമ്പോ പാസ്പോർട്ട് കൊണ്ടായിരുന്നു ഇവര് റേഷൻ കാർഡ്. അത് കൊണ്ടുപോയി. പിന്നെ റേഷൻ കാർഡ് ഇല്ല. BPL ആക്കാൻ കൊടുത്തതായിരുന്നു. അതൊക്കെ എയർടെൽ ആയിട്ടുണ്ട് തിരിച്ചു വന്നു. റേഷൻ കാർഡിൽ പേരുണ്ട്. നോക്കുമ്പോ മുഹമ്മദ് പിതാവ് 17, റിയാസ് മകൻ 74. ആദ്യം ചെക്കുണ്ടായി, പിന്നെ വാപ്പുണ്ടായി. ഇമ്മാതിരത്തെ റേഷൻ കാർഡ്. ഞങ്ങൾ കണ്ട തെറ്റ് തീർക്കാൻ മലപ്പുറം ജില്ലയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ ബഹുഭൂരിപക്ഷം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതിയാണ്. ഇന്നും നമ്മുടെ നാട്ടിലൊരു വിഷയം അതാണ്, റേഷൻ കാർഡ്. വേറെ പോയവർക്കൊന്നും കാർഡ് ഉണ്ടായിരുന്നില്ല, കൊടുത്തു. തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ കീഴിൽ എന്റെ കാർഡ് 4 ലക്ഷത്തോളം അപേക്ഷ കെട്ടിക്കിടക്കുകയായിരുന്നു. സപ്ലൈ ഓഫീസറെ അഭിനന്ദിച്ചുകൊണ്ട് മാതൃഭൂമി ഈയിടക്കടുത്ത് വലിയൊരു വാർത്ത, നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോന്ന് അറിയില്ല. എങ്ങനെയാണ് ആ വാർത്ത? രാത്രികാലങ്ങളിൽ വൈദ്യുതി ഒന്ന് നിലച്ചപ്പോൾ വരെ ജനറേറ്ററിന്റെ വെട്ടത്തിൽ പാതിരാവിൽ ഉറക്കമിളച്ചുകൊണ്ട് തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ കാർഡിന്റെ ക്യൂ തീരുന്നത് വരെ അപേക്ഷ സ്വീകരിച്ചു. തിരൂർ സെൻട്രൽ ആ പെട്രോൾ പമ്പ് വരേണ്ട നീണ്ടിക്കുകയാണ്. ചിലവർ ചോദിച്ചു, തരുന്ന മമ്മൂട്ടിയുടെ പടമാണോ? ചിലവർ പറഞ്ഞു മോഹൻലാലിന്റെ പടമാണ്. ഒരു പടമല്ല, ഉമ്മൻചാണ്ടിയുടെ പടമായിരുന്നു. എന്തായിരുന്നു എന്നറിയോ? റേഷൻ കാർഡിന് വേണ്ടി ക്യൂ നിന്നു. ആ സപ്ലൈ ഓഫീസിനോട് പത്രക്കാർ ചോദിച്ചു, സമയം 1 PM, 1 മണി കഴിഞ്ഞല്ലോ, പാതിര കഴിഞ്ഞല്ലോ. എന്താ സപ്ലൈ ഓഫീസർ പറഞ്ഞ മറുപടി അറിയോ? പാതിരാവിൽ ഉറക്കം വിളിച്ച് ഭരിക്കാൻ കഴിയുന്ന ഒരു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഉറക്കൊഴിച്ചാൽ മതി. മുസ്ലിം യൂത്ത് ലീഗിന്റെ തിരൂർ മണ്ഡലം കമ്മിറ്റിനോട് ഞാൻ പറഞ്ഞിരിക്കണം, അയാൾക്ക് കൊണ്ടേ കൊടുക്കൊരു സമ്മാനം. വെറുതെ പറയല്ല, അവിടെയാണ് യൂത്ത് ലീഗ് കൊണ്ടേ കൊടുക്കേണ്ടത് അയാൾക്ക്. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോ ചെന്നാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തുക. സേവനാവകാശ നിയമം എന്താ കാരണം? എന്തേ എനിക്ക് കറണ്ട് തരാഞ്ഞ്, എന്തേ എൻ്റെ കാർഡ് തടഞ്ഞച്ച്, എന്തേ എൻ്റെ ആധാരത്തിന് തീർപ്പ് കൽപ്പിക്കാൻ, എന്തേ എനിക്ക് പട്ടയം കിട്ടാഞ്ഞെന്ന് ചോദിച്ചാൽ മര്യാദക്കുള്ള മറുപടി തന്നില്ലെങ്കിൽ ശമ്പളം തടഞ്ഞേക്കും. 2 തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ സീറ്റിലിരുന്നു, ഉമ്മൻചാണ്ടി സീറ്റിലിരുന്നു. മൊല്ലാക്ക നന്നായ കുട്ടികൾ നന്നാവും. അത് കണ്ടു, കേരളം കണ്ടു. ലക്ഷക്കണക്കിന് റേഷൻ കാർഡുകൾക്ക് തീർപ്പ് കൽപ്പിച്ചിട്ട് 2600 ചില്ലറ റേഷൻ കാർഡ് പട്ടിക്ക് ഇരിക്കുക. അവിടെ ആള് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പം വല്ല മാർച്ചിച്ചേര കാർഡാവും. ഓല് പണ്ടത്തെ മാതിരി കൊടുത്തു പോയതാണ്. 2-3 കൊല്ലം എടുക്കൂ. ചെങ്ങായിമാരെ, നിങ്ങളെ കാർഡൊക്കെ ശരിയായിക്കിടും, പോയി വാങ്ങിക്കോളിയോടോ. ഉമ്മൻചാണ്ടിയാണ് ഭരിക്കണ്. പഴയ ഭരണമല്ല, ഭരണമൊക്കെ മാറിയിക്കണ്. എന്താ കണ്ടില്ലേ? രാജ്യത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ നന്മ നിറച്ചുകൊണ്ട് പോവുകയാണ് അല്ലേ? കുട്ടിസഖാക്കൾ കുട്ടിച്ചോറാക്കിയ കുട്ടനാട്ടിന്റെ മണ്ണിൽ കുട്ടികളെ പോറ്റാനും കുടുംബം വളർത്താനും പാകപ്പെടുത്തിയെടുത്തു ഉമ്മൻചാണ്ടി. ഇതൊരു നല്ല തീരുമാനം. അതാണ് മുഖ്യമന്ത്രി. പറയണോ? ഏത് കാര്യത്തിലാണ് ജനങ്ങൾക്ക് ഇത്രയേ